സ്റ്റാർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ പ്രതികരണവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. മെയ് 9, 10 തീയതികളിൽ രാവൽപിണ്ടി വിമാനത്താവളം അടക്കമുള്ള പ്രധാന സൈനിക താവളങ്ങളിലേക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ വിക്ഷേപിച്ചപ്പോൾ പാകിസ്ഥാൻ സൈന്യം അശ്രദ്ധയിൽ കുടുങ്ങിപ്പോയെന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. ഇന്ത്യയുമായുള്ള സംഘർഷ സമയത്ത് പാകിസ്ഥാനെ പിന്തുണച്ച് അസർബൈജാനിൽ വെച്ച് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഷെരീഫ്. അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം മെയ് 10 പ്രഭാത പ്രാർത്ഥനകൾക്ക് ശേഷം ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും ഷെരീഫ് പറഞ്ഞു. എന്നാൽ പുലർച്ചയ്ക്ക് മുൻപായി തന്നെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വിവിധ കേന്ദ്രങ്ങളിലേക്ക് ദീർഘദൂര സൂപ്പർസോണിക് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ വർഷിച്ചതായും ഷെരീഫ് വ്യക്തമാക്കുന്നു. പുലർച്ചെ നടന്ന ആക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ അറിയിച്ചതായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി വെളിപ്പെടുത്തി. ഇന്ത്യൻ ആക്രമണത്തിന് തക്കതായ പ്രതികരണം നൽകാൻ തീരുമാനിച്ചിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം പുലർച്ചെ 4:30 പ്രതികരിക്കാൻ ഞങ്ങളുടെ സായുധ സേന തയ്യാറായിരുന്നു. എന്നാൽ അതിനു മുൻപായി റാവൽപിണ്ടിയിലെ വിമാനത്താവളം ഉൾപ്പെടെ പാകിസ്ഥാനിലെ വിവിധ പ്രവിശ്യകളെ ലക്ഷ്യമിട്ട് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണം.